AAC 5E അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റും കൂടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റാണ്. പലപ്പോഴും ഹോസ്പിറ്റലിനകത്ത് IP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് ഒരു പേഷ്യൻ്റെ നില വഷളാകുമ്പോഴാണ്. നേരത്തെ തന്നെ അതിനുള്ള സിംറ്റംസ് അവിടെ കാണാൻ പറ്റും പലപ്പോഴും. അത് ആ ഏർലി വാർണിംഗ് സൈൻസ് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പേഷ്യൻറ്റോ അവരുടെ ബൈസ്റ്റാൻഡറോ അത്തരത്തിലൊരു ഇൻഡിക്കേഷൻ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ കൂടെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ സമയങ്ങളിൽ സംഭവിച്ച ഒരു പ്രത്യേകിച്ച് ഏജ്ഡ് പേഷ്യൻസിൻ്റെ കാര്യത്തിലൊക്കെ ആ പേഷ്യൻ്റ് തന്നെയോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഈ ഏർലി സൈൻസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റെഗുലറായിട്ട് അത്തരത്തിൽ ഒരു സാധ്യതയുള്ള ന്യൂറോളജിക്കൽ കേസസിൽ അല്ലെങ്കിൽ നമുക്ക് എയർവേ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഏർലി വാർണിംഗ് സൈൻസ് നമ്മൾ മോണിറ്റർ ചെയ്യണമെന്നതാണ് ഈ ഒരു അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ പറയുന്നത്. അതിന് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഒരു ഇത്തരത്തിൽ ഉള്ള ഒരു വഷളാകുന്ന സാഹചര്യത്തേക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. IP കിടക്കുന്ന പേഷ്യൻസിൻ്റെ ഒരു സ്വാഭാവികമല്ലാത്ത സയൻസിനെ മുൻകൂട്ടി മനസ്സിലാക്കാനും അതനുസരിച്ച് ഡിസിഷൻസ് റിവൈസ് ചെയ്യാനും ആ ക്ലിനിക്കൽ കണ്ടീഷൻസിനെ കൃത്യമായും പ്രോംപ്റ്റ് ചെയ്ത് അടുത്തൊരു ഇൻ്റർവെൻഷനോ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ചേഞ്ചിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ള കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം AAC 5E.